വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലേക്കാണ് കേട്ടോ. ഓണത്തിന് വന്നതാണ്. പക്ഷെ അന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിലൊക്കെ ഒന്ന് പോയി എല്ലാവരുടെയും കൂടെ കുറച്ച് ദിവസം പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയെന്ന്. എൻ്റെ പഴയ വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് ഷൊർണൂരാണ് താമസിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അമ്മയുടെ വീട്ടിലാണ്, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ. ഞാൻ കുറ്റിപ്പുറമാണ് ഇറങ്ങാറുള്ളത്. ഷൊർണൂർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷൻ കുറ്റിപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഷൊർണൂർ എത്തുന്നതിൻ്റെ ഏകദേശം ടൈം നോക്കി അലാറം വെച്ചിട്ട് ഞാൻ എണീക്കും. അങ്ങനെ അതേ ഞാൻ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷനൊക്കെ പുതുക്കി പണിതപ്പോൾ നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടൊക്കെ ഉണ്ട്. ഇവിടെ റോഡ് പണിയൊക്കെ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. എന്ന് തീരും എന്നുള്ളത് ഒരു പിടുത്തമില്ല. സമയം 7:30 കേട്ടോ. ഇപ്പോഴും നല്ല മഞ്ഞുണ്ട്. ഇവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും ബാംഗ്ലൂരിനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും തണുപ്പില്ല. എനിക്ക് പൊതുവേ തണുപ്പ് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടെത്തിയാൽ തന്നെ ഒരു സന്തോഷവും സമാധാനവും എന്തെന്നില്ലാത്തൊരു ഫീലാണ്. മുത്തശ്ശിനി അമ്മമ്മേനെയൊക്കെ കണ്ട ശേഷം ഞാനൊന്ന് ഫ്രഷായിട്ട് വീടിൻ്റെ ചുറ്റും പുതിയ വല്ല കാഴ്ചകളും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇറങ്ങി. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ. വടുക്കോർത്ത് വന്ന് നോക്കിയപ്പോൾ ഇതുവരെ ഈ വീട്ടിൽ കണ്ടിട്ടേ ഇല്ലാത്തൊരു പൂച്ച. പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണെന്ന്. പറമ്പ് മൊത്തം മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ മുളച്ചുകൊണ്ട് ആകെ പൊന്തക്കാട് പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. ഇതാണ് കേട്ടോ ഇരുമ്പാമ്പുളി, ഓർക്കാപ്പുളി എന്നും പറയും. നിങ്ങളൊക്കെ ഇതിന് എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ അച്ചാറും പിന്നെ മീൻകറിയിൽ ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ട് വെക്കണതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അമ്മയുടെ ചെറിയ പച്ചക്കറി തോട്ടമാണ് കേട്ടോ. പണ്ടൊക്കെ സമ്മർ വെക്കേഷൻ ഇവിടെ വരുമ്പോൾ രാവിലെ ആയി ഒരു ചാക്ക് എടുത്തിട്ട് പറമ്പിലേക്ക് ഇറങ്ങും. കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. തേങ്ങ, മാങ്ങ, ചക്ക, പറങ്കി മാങ്ങ, ചാമ്പയ്ക്ക, പൈനാപ്പിൾ, അങ്ങനെ ഒരു ലോഡ് ഐറ്റംസ് തന്നെ കിട്ടും. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ പണ്ടത്തെ കാലം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. 9 മണി ആയപ്പോഴത്തേക്കും ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് അമ്മ വെച്ച് പിടിപ്പിച്ച ഓർക്കിഡാണ്. യെല്ലോ കളറിലുള്ള ഡാൻസിങ് ലേഡി എന്ന് പറഞ്ഞ ഓർക്കിഡും കൂടെ ഉണ്ട്. അത് ഇത്തവണ പൂ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് പണ്ട് മരം കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും ചാൻസ് കിട്ടിയാൽ ഞാനൊരു കൈ നോക്കാൻ മടിക്കില്ല. ഈ മഞ്ഞപ്പൂവിന് ചെറിയ കൊളാമ്പിപ്പൂ എന്നൊക്കെ ഞാൻ പറയും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഇത് ഫുള്ള് പൂവിട്ട് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അടിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഈ മുട്ട എടുത്തിട്ട് നെറ്റിയിൽ വെച്ചിട്ടും കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചിട്ടൊക്കെ പണ്ട് കളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഗേറ്റിൻ്റെ ആ അറ്റം തൊട്ട് താഴെ വരെ ചെറിയൊരു ഇറക്കമൊക്കെ ആയത് കാരണം ഞാൻ പണ്ട് അതിൻ്റെ അറ്റത്ത് പോയി കിടന്നിട്ട് താഴത്തേക്ക് ഉരുണ്ട് വന്നിട്ടൊക്കെ കളിക്കാറുണ്ടായിരുന്നു. ഇളം വെയിലൊക്കെ ഉണ്ട്. വിറ്റമിൻ ഡി കിട്ടണം, അത്രയും കിട്ടിക്കോട്ടെ. എത്ര കിട്ടിയാലും അതെന്തായാലും അധികമാവില്ല. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ നോക്കാം. തുളസി കുറച്ച് ഇരിക്കുന്നുണ്ട്. അതൊന്ന് കുറച്ച് എടുത്തിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം. അച്ഛനും അമ്മയും പുറത്തേക്ക് പോവാണ്. അമ്മേനെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ആക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്, കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഴം കൂട്ടിയിട്ടാണ് ആദ്യം കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ ഉമ്മറത്ത് വന്നിട്ട് ഇവിടെ ഹെൽപ്പിന് വരുന്ന സിന്ധു ചേച്ചിയുടെ അടുത്തൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഈ പൂച്ച ആളൊരു വില്ലനാണ് കേട്ടോ. ബാക്കി ഇവിടെയുള്ള പൂച്ചകൾക്കൊക്കെ ഇതിനെ ഭയങ്കര പേടിയാണ്. മുത്തശ്ശന് പൂച്ചകളൊക്കെ സ്വന്തം മക്കളെ പോലെയാണ്. ഞാൻ ജനിച്ച കാലം തൊട്ട് ഇവിടെ പല ജനറേഷൻ ആയിട്ടുള്ള പൂച്ചകളുണ്ട്. കുറച്ച് നേരമൊക്കെ പൂച്ചകളെ നോക്കിയിരുന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് റെഡിയായി. ഞാനും അച്ഛനും കൂടെ അച്ഛൻ്റെ തറവാട്ടിലേക്കും പിന്നെ അച്ഛൻ്റെ വീട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം തന്നെ സ്റ്റുഡിയോയിലേക്കാണ് വന്നത്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ബാംഗ്ലൂർ സ്റ്റുഡിയോ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കളക്ഷൻസൊക്കെ ലേശം കുറവായ പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചാലിശ്ശേരിയുള്ള എൻ്റെ വല്യച്ഛൻ്റെ മോളുടെ വീട്ടിലേക്കാണ് വന്നത്. ഈവനിങ് ആയതുകൊണ്ട് ചേച്ചി സ്നാക്സ് ഒക്കെ റെഡിയാക്കുമായിരുന്നു. ചേച്ചി നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യാം. എന്ത് ഒക്കേഷൻ ആണെങ്കിലും മുൻകൂട്ടി ഓർഡർ ചെയ്താൽ മാത്രം മതി. ഇത് ചേച്ചിയുടെ ഫാദറിലോ ആണ്. ചേച്ചിയുടെ 2 മക്കളിൽ ഒരാൾ ജോബിനും ചെറിയ ആൾ സ്കൂളിലും പോയിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും പിന്നെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ ആ പച്ചപ്പും ഹരിതാവും ഒക്കെ അടിപൊളി തന്നെയാണ്. അടുത്തത് ഞങ്ങൾ അച്ഛൻ്റെ ചെറിയ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. അമ്മായിയുടെ മോന് വാവ ഉണ്ടായിട്ട് ഇപ്പോഴാണ് എനിക്ക് കാണാൻ വരാൻ പറ്റിയത്. ആൾക്ക് പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്തു കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാനാണ്. ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ നേരം ഞങ്ങളൊക്കെ കുറേ ശ്രമിച്ചു. വാവയ്ക്ക് ലേശം ഉറക്കം വരുന്നതിൻ്റെ ഒരു മൂഡിലായിരുന്നു. ഞാൻ പിന്നെ എവിടെ ചെന്നാലും എല്ലാവരുടെയും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ ഫോണുള്ള കാലം തൊട്ട് എടുത്ത് വെക്കും. ചില ഫോട്ടോസൊക്കെ പ്രിൻറ്റും എടുത്ത് വെക്കും. പിന്നീട് അതൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ. അമ്മായിയുടെ വീട്ടിൽ നിന്ന് പിന്നെ പാപ്പൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അതായത് അച്ഛൻ്റെ നേരെ താഴെയുള്ള അനിയൻ്റെ വീട്ടിലേക്ക്. അച്ഛൻ്റെ സിബ്ലിങ്സിൻ്റെ വീടൊക്കെ ഏകദേശം ഒരേ റൂട്ടായതുകൊണ്ട് ഒരു ദിവസത്തിൽ തന്നെ എല്ലായിടത്തും കവർ ചെയ്യാനൊക്കെ പറ്റും. പാപ്പനും മേമയും മോള് വിസ്മയും ഒന്നും വർക്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ നിരഞ്ജൻ വന്നു. പിന്നെ അവനെ കണ്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോന്നു. ഇതാണ് തറവാട്. ഞാൻ പണ്ട് അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇതന്നെയാണോ ശരിക്കും തറവാട് എന്ന്. കാരണം എൻ്റെ മനസ്സിലൊക്കെ ഉള്ള തറവാട് ഓടൊക്കെ ഇട്ട വീടും പിന്നെ പഴമയൊക്കെ ഫീൽ ചെയ്യുന്ന വീടായിരുന്നു. ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ ജനിച്ച കാലം തൊട്ടിട്ട് ഈ വീട് ഇങ്ങനെ തന്നെയാണ്.
ഇവിടെ ഇപ്പോൾ വല്യമ്മയും ഫാമിലിയാണ് താമസിക്കണത്. ഏട്ടൻ്റെ മക്കൾ രണ്ടുപേരാണ് കേട്ടോ അത്. ഞാനും അച്ഛനും ഇനി തറവാട്ടമ്പലത്തേക്ക് പോവുകയാണ്. 2 മിനിറ്റ് നടന്നാൽ മതി. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ വല്യച്ഛൻ്റെ മോനെയും വല്യമ്മേനെയും അവിടെ നിന്ന് കണ്ടു. നീഹു പിന്നെ ചെറിയ പാപ്പൻ്റെ കൂടെ ചാടി കയറി പോന്നിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം. അയ്യപ്പൻ വിളക്കൊക്കെ ആവാറായി. കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തറവാട്ടമ്പലത്തേക്കൊക്കെ വന്നിട്ട്. തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി തിരിച്ച് തറവാട്ടിലേക്ക് തന്നെ പോന്നു. നീഹു എൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് നല്ല കമ്പനി ആയിട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ എല്ലാവരുടെയും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ ഡിന്നറും കഴിച്ചിട്ട് ഞാനും അച്ഛനും തിരിച്ച് വളാഞ്ചേരിയിലേക്ക് തന്നെ പോന്നു. ഇന്നത്തെ വീഡിയോ എനിക്ക് നല്ല സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ നാൾക്ക് ശേഷം എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.